പിൻബലത്തോടെ അവർ മുന്നോടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ സ്കൂളിലെ മേളകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സജില മേളകളിൽ നമ്മുടെ സ്കൂളിന് മികച്ച നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു എന്ന വളരെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത്. ശാസ്ത്രമേളയിൽ ഗണിതശാസ്ത്രമേളയിൽ സജിലയിൽ തന്നെ 1ാം സ്ഥാനം നേടാൻ നമുക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ IT മേളയിൽ 2ാം സ്ഥാനവും നമ്മുടെ സ്കൂൾ കരസ്ഥമാക്കി എന്ന സന്തോഷം അറിയുകയാണ്. മറ്റ് സ്കൂളുകൾ കണക്കൊഴുപ്പിന്റെ മേളകളിൽ ഒരു തുരത്ത് മാത്രമായിരുന്ന കടനാട് പാവപ്പെട്ട കയത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച സർക്കാർ വിദ്യാലയം ഇന്ന് പൊന്നാനിയിലെ ഏറ്റവും മികച്ച UP സ്കൂളായിട്ട് മാറുകയും ഇവിടെ പുറത്തുനിന്ന് കടനാടിന് പുറത്തുനിന്നും ആളുകൾ രാജ്യത്ത് വരുന്നത് പുതിയ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവർക്ക് നഗരസഭയുടെയും ഇടപെടലിന്റെ സമൂർത്തമായിട്ടുള്ള ഒരു പരിഗണനയാണ്. ആ വലുപ്പത്തിൽ ഇന്ന് വളരെ സന്തോഷം പറഞ്ഞത് നമ്മുടെ കുട്ടികൾ പഠനത്തിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും നമ്മുടെ മികവ് വിലയിരുത്തു എന്നുള്ളതാണ്. ഞാൻ നോക്കി വാസ്തുതയെ അനുഭവിക്കുന്നതിനുള്ള ചടങ്ങ് എന്ന അർത്ഥത്തിലാണ് ഞാൻ ഇതിൽ കണ്ടത്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന കലോത്സവത്തിൽ അവര് എല്ലാ കാര്യവും അത് ചെയ്ത് പ്രധാനമായിട്ടാണ് ഇത്തരമൊരു നേട്ടം നൽകുന്നതാണ്. പ്രേരിച്ചിട്ടുള്ള ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരെയും അതുപോലെ തന്നെ ഈ പരിപാടിയിൽ നമ്മുടെ മിക്കതിൻ്റെ ആഘോഷിക്കാൻ വേണ്ടി കൂടിയ ചടങ്ങാണിത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾക്ക് കിട്ടിയ മേളകളിൽ നിന്നും നമ്മൾക്ക് കിട്ടിയ വലിയ വിജയം ആഘോഷിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയത്. രക്ഷിതാക്കളും കുട്ടികളും ടീച്ചർമാരും എല്ലാവരും കലാമേളയിൽ നമ്മൾ നേടിയ വിജയത്തെക്കുറിച്ച് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം എത്രയോ സന്തോഷം. കാരണം നമ്മുടെ 3ാം സ്ഥാനം വരെയൊക്കെ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് വെറും 2 പോയിന്റ് വ്യത്യാസത്തിൽ ജില്ലാ കലാമേളയിൽ നമ്മൾ 2ാം സ്ഥാനത്ത് എത്താമെന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നേട്ടമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ അതിനനുസരിച്ച് നന്നായി പ്രാക്ടീസ് ചെയ്തു. ടീച്ചർമാരും ഒപ്പത്തിനൊപ്പം അതുപോലെ പേരൻസും. അപ്പോൾ അവരോടൊക്കെയുള്ള നന്ദി അറിയിക്കുകയാണ്. കാരണം ആ ഒരു അവസാന നിമിഷം പോയിന്റ് നിലകൾ മാറി മാറി വരുമ്പോഴുള്ള ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവസാനം നമ്മൾ സെക്കൻഡ് എത്തി എന്ന് പറയുമ്പോൾ വളരെ എനിക്ക് സന്തോഷം. അതിനോട് പറഞ്ഞാൽ തീരില്ല സന്തോഷം. അതുപോലെ സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ് നമ്മുടെ ബാസിക്കൽ നമ്മുടെ സ്കൂളിലും. അതുപോലെ തന്നെ നമ്മുടെ പൊന്നാനിയെയും കടവ
ജില്ലാ കലോത്സവത്തിൽ ഈ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ ചുറ്റുപാടത്തുള്ള നമ്മുടെ സ്വന്തം കുട്ടി ആയിട്ടുള്ള ബാസിത്തലി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്കൂൾ കായികമേളയിൽ സമ്മാനമായിട്ട് വരിക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ആ ഒരു സന്തോഷം എല്ലാവരുമായി പങ്കിടുക, കുട്ടിക്ക് ഒന്നുകൂടി ഒരു പ്രോത്സാഹനം കൊടുക്കുക എന്നൊക്കെയാണ് നമ്മുടെ ഈ പരിപാടിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് വന്നിട്ട്